Redmi Note 12 5G launch ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ 4GB റാമും അതുപോലെ അതിൻ്റെ 6GB റാമും നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു റാം വേരിയൻറ്റും കൂടെ വരുന്നുണ്ട്. അതാണ് 8GB റാം വേരിയൻറ്റ്. അപ്പം ഈ ഒരു മോഡൽ ഉടനെ തന്നെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ ഈ ഒരു മോഡൽ നമുക്ക് ഏകദേശം 21,000 രൂപ ആയിരിക്കും പ്രൈസും കാര്യങ്ങളും വരുന്നത്. പക്ഷേ എന്ത് തന്നെയായാലും നമുക്ക് 1000 രൂപ ബാങ്ക് ഓഫറും കാര്യങ്ങളും വരുന്നുണ്ട്. അതുപോലെ ചെറിയ ഓഫേഴ്സും കാര്യങ്ങളും അവരുടെ സൈഡിൽ നിന്നുണ്ടാവും. 4GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് നമുക്ക് 17,000 രൂപയാണ് ബഡ്ജറ്റ് വരുന്നത്. അതുപോലെ നമ്മുടെ 6GB റാമും 128GB സ്റ്റോറേജ് വേരിയൻറ്റിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 19,000 രൂപയാണ്. ഇനി നമ്മുടെ മെയിൻ കാര്യം, അതായത് നമ്മുടെ ഈ ഒരു മോഡലിലെ സ്പെസിഫിക്കേഷൻ, അതായത് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് പ്ലാസ്റ്റിക് ബോഡിയാണ്. അതുപോലെ പ്ലാസ്റ്റിക് ഫ്രെയിമും കാര്യങ്ങളാണ് സൈഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് IP53 റേറ്റിംഗും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്ക് സ്ലിം ആയിട്ടുള്ള ഒരു ഡിസൈനും കാര്യങ്ങളാണ്. ബാക്ക് സൈഡിൽ നമ്മുടെ ആ ഒരു ബോഡിയിൽ ചെറിയൊരു കർവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കിതിനകത്ത് 188 ഗ്രാമാണ് ടോട്ടൽ വെയിറ്റ് വരുന്നത്. പിന്നെ 7.98 mm തിക്നെസ് ആണ് ടോട്ടൽ തിക്നെസ്സും കാര്യങ്ങളും വരുന്നത്. പിന്നെ കോർണിംഗ് ഗോറില്ല ഗ്ലാസ് 3ന്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളും വരുന്നുണ്ട്. സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് സെൻസറും കാര്യങ്ങളും വരുന്നത്. അതുപോലെ നമുക്കിതിനകത്ത് 3.5 mm ഹെഡ്ഫോൺ പോർട്ടും കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് IR ബ്ലാസ്റ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമുക്ക് സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഡിസൈൻ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പ്ലാസ്റ്റിക് ബോഡിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ IP53 റേറ്റിംഗ് കാര്യങ്ങളുണ്ട്. അതുപോലെ നമുക്കിനകത്ത് ലൈറ്റ് വെയിറ്റ് ഉള്ള ഒരു മോഡലാണിത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ പോക്കോ X5 പ്രോവിൻ്റെ ഏകദേശം ഒരു സിമിലർ ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. അതായത് നമ്മുടെ ക്യാമറ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ആ ഒരു സാമ്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തോളൂ. 6.67 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് സൂപ്പർ അമോലെഡ് ഡിസ്പ്ലേ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനകത്ത് 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ടോട്ടൽ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1200 nits ആണ് വരുന്നത്. 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. നല്ലൊരു ഡിസ്പ്ലേ തന്നെയാണ് ഇതിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അമോലെഡ് ഡിസ്പ്ലേ എന്തായാലും നമുക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. അപ്പം അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളും വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും വരുന്നുണ്ട്. നല്ലൊരു ബ്രൈറ്റ്നസും കാര്യങ്ങളും നിങ്ങൾക്ക് ഔട്ട്ഡോറിൽ യൂസ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതായിരിക്കും. അപ്പം നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു മോഡലും കൊണ്ടുവന്നിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 4 Gen 1 ആണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ചിപ്സെറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് LPDDR4Xന്റെ റാമാണ് വരുന്നത്. അതുപോലെ ഞാൻ ഇപ്പം പറഞ്ഞിരിക്കുന്ന റാം വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB റാമാണ്. പിന്നെ നമുക്ക് 4GB അതുപോലെ 6GB അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു മോഡൽ 8GB റാം വേരിയൻ്റ് ആണ് വരുന്നത്. അതുപോലെ നമുക്ക് 256GB സ്റ്റോറേജ് വേരിയൻറ്റ് വരുന്നുണ്ട്. UFS 2.2ന്റെ സ്റ്റോറേജും കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. വെർച്വൽ റാമും കാര്യങ്ങളും ഇതിന് സപ്പോർട്ട് ഉണ്ട്. 5GB ആണ് നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന റാമും കാര്യങ്ങളും. അതായത് ടോട്ടൽ വരുമ്പോൾ നമുക്ക് 13GB റാമും കാര്യങ്ങളായിരിക്കും വരാൻ പോകുന്നത്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കാനുള്ളത്. അപ്പം നല്ലൊരു ചിപ്സെറ്റ് തന്നെയാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു ഡീസൻ്റ് ആയുള്ള ചിപ്സെറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഒരു ഡീസൻ്റ് ആയുള്ള രീതിയിലുള്ള ഗെയിമിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങൾക്ക് ഇതിന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 12 ആണ് വരുന്നത്. അതുപോലെ MI 13 വരുന്നുണ്ട്. അപ്പം ഇത് ഇവരുടെ ഒരു പോളിസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ബാക്ക് സൈഡിൽ വരുന്നത്. 48 MP പ്രൈമറി ക്യാമറ വരുന്നുണ്ട്. അതുപോലെ നമുക്ക് 8 MP അൾട്രാ വൈഡ് ആംഗിളും വരുന്നുണ്ട്. പിന്നെ 2 MP മാക്രോ ലെൻസ് ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ക്യാമറ സിസ്റ്റം കാര്യങ്ങളും പോകുന്നത്. നമുക്കിനകത്ത് 1080p and 30fps വരെയാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ നമുക്കിനകത്ത് 13 MP ക്യാമറ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് പറയുന്നത് 1080p and 30fps വരെയാണ്. ഡീസൻ്റ് ആയുള്ള ക്യാമറയാണ് എന്ന് വെച്ചാൽ അത്രയ്ക്ക് മെച്ചപ്പെട്ട ഒരു ക്യാമറ സിസ്റ്റം ആയിരിക്കും എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഓക്കെ, നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും എന്ന് വേണമെങ്കിൽ പറയാം. 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 33 watt ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളും വരുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ പവർ ബാക്കപ്പും കാര്യങ്ങളും കിട്ടുന്നത്. അപ്പം ഡീസൻ്റ് ആയുള്ള ഒരു ബാറ്ററി കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട്. നല്ലൊരു പവർഫുൾ ആയുള്ള ബാറ്ററി ബാക്കപ്പ് നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഡീസൻ്റ് ആയുള്ള ഒരു മോഡൽ തന്നെയാണ് ഇതും. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടത് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ സോഫ്റ്റ്വെയറിലാണ്. Android 12 പിന്നെ നമുക്ക് MI 13 ആണ് കിട്ടുന്നത്. ഒന്നും പറയാൻ പറ്റില്ല, അവരുടെ പോളിസി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. എത്ര പറഞ്ഞാലും അവർ ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമാണ് ഒരു മോശമായിട്ടുള്ള കാര്യം തോന്നുന്നത്. പിന്നെ ക്യാമറ സിസ്റ്റം നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡേ ലൈറ്റിലൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ നൈറ്റ് ഫോട്ടോഗ്രാഫി കുറച്ചും കൂടെ ഷോക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. മറ്റൊരു വീഡിയോ കാണാം. അതുവരെയും എല്ലാവർക്കും ഗുഡ് ബൈ.